എന്തൊക്കെയാ സാറേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഹാ കഷ്ടമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. യു പിയിൽ പോലും ഇങ്ങനെ സംഭവിക്കില്ല. നമ്മുടെ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കൈവിരലിൻ്റെ ശസ്ത്രക്രിയക്കായിട്ട് വന്ന കുട്ടിയുടെ നാവൊക്കെ കയറിയിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നത്. സർക്കാർ വലിയ രീതിയിൽ ഇവിടെയുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം വലിയ മികവുറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ വിശ്വാസ്യതയെ കാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് തന്നെ പറ്റുന്നില്ല. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണോ ആക്ച്വലി നമ്പർ 1 കേരളം? അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് എന്തും സംഭവിക്കാം എന്നുള്ളൊരവസ്ഥയാണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് സംഭവം ഈ കേരളത്തെ പിടിച്ച് കുലുക്കിയത് ഐഷ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അതെ, 4 വയസ്സുകാരി ഒരു പെൺകുട്ടി അവിടെ കൊണ്ടുപോയിരുന്നു. ആ കുട്ടിയെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. ഒരു കയ്യിൽ 6 വിരലുകളുണ്ടായിരുന്നു. അതിൽ ഒരു വിരൽ മാറ്റണം. 5 വിരൽ തന്നെ എല്ലാവരെയും പോലെ നോർമൽ ആക്കി മാറ്റാനുള്ളൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയത്. അപ്പോൾ കുട്ടിയെ കൊണ്ടുപോയി ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ മാതാപിതാക്കൾ വിചാരിച്ചു എല്ലാ പ്രശ്നവും കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ വായിൽ കുറച്ച് പഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഞ്ഞിയിൽ നിന്നും ചോരയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മാതാപിതാക്കൾ നേഴ്സിനോട് ചോദിച്ചു, എന്താ ഈ പഞ്ഞിയും ചോരയൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ നേഴ്സ് പറഞ്ഞു, അത് പിന്നെ പഞ്ഞിയില്ലാതെയും ചോരയില്ലാതിരിക്കുമോ, കാരണം നാവിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് കഴിയുമ്പോൾ ചോരയില്ലാതിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവർക്കാകെ ഷോക്കായി. എന്ത് നാവ്, എന്ത് പ്രശ്നം എന്നുള്ള രീതിയിൽ. ഒരു വിരൽ മാറ്റാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ വായിൽ പഞ്ഞിയായിട്ട് വരുന്ന കുട്ടിയെ കണ്ടപ്പോൾ അവർക്കത് വലിയൊരു അത്ഭുതമായിരുന്നു. പിന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യം അറിയുന്നത്. ഈ കൈവിരലിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുപോയെന്നുള്ളത് ശരി, പക്ഷേ ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത് നാവിനാണ്. അപ്പോൾ നാവിൻ്റെ ശസ്ത്രക്രിയ നടത്തിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, വിരലിൻ്റെ ശസ്ത്രക്രിയ നടത്തിയിട്ടല്ല. പിന്നെ അത് ശസ്ത്രക്രിയ നടത്തിയിരുന്നത് മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസൺ എന്ന് പറയുന്ന ആളാണ്. പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചില എക്സ്ക്യൂസസ് ഒക്കെ പറയാൻ തുടങ്ങി. കുട്ടിക്ക് ടങ് ടൈ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടങ് ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിൻ്റെ അടിയിലൊരു ടിഷ്യൂ ഉണ്ടായിരിക്കും. ആ ടിഷ്യൂ ഫ്ലോർ ഓഫ് ദി മൗത്ത്, ആ ഭാഗവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നാവ് വേണ്ടതുപോലെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ടിഷ്യൂ സർജറി വഴി മാറ്റി കളയണം. അതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യുന്നത്. ഡോക്ടർ ഇത് ഡോക്ടർക്ക് മാറിപ്പോയി. അതായത് മറ്റ് പല കുട്ടികളും ഈ ടങ് ടൈ ഉള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ കുട്ടിയും കൂടി ഉൾപ്പെട്ടു പോയി. ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കൈവിരലിൻ്റെ കൈവിരലിൻ്റെയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ പേര് മാറിപ്പോയതോ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കാം. പക്ഷേ ഒരു അക്ഷന്തവ്യമായ നിസ്സാരമല്ല, വളരെ വലിയ അബദ്ധമാണ്. അത് തന്നെയല്ല, ഈ മാതാപിതാക്കൾ തന്നെ ഇതിങ്ങനെ കാര്യം നാവിൽ നടത്തിയിട്ടുണ്ടെന്ന് അറിയണത് ഈ പഞ്ഞി വച്ചേക്കണതും ചോര വരുന്നത് കൊണ്ടുമാണ്. അല്ലാതെ ഈ രോഗിയുടെ കണ്ടീഷൻ എന്താണ്, രോഗിക്ക് എന്താണ് ആവശ്യമെന്നോ ഡോക്ടർ എന്താണ് ചെയ്തേക്കണമെന്നോ ഇതുമായിട്ടൊന്നും ഒരു കാര്യങ്ങൾക്കും പരസ്പര ബന്ധമില്ലാത്ത പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അവിടെ നടന്നിരിക്കുന്നത്. ഇതിലും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ 1-2 എണ്ണം ഈയിടെ കണ്ടിട്ടുണ്ടാവും. ഹർഷീന, അതായത് പ്രസവ ശസ്ത്രക്രിയക്കിടെ ഫോർസെപ്സ് അല്ലെങ്കിൽ കത്രിക എടുത്ത് വയറ്റിൽ വെച്ചിട്ടാണ് തുന്നി കെട്ടിയിരുന്നത്. ഈ കത്രിക കത്തി ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ഈ കത്തി ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു. അതിന് വളരെയധികം നാൾ കഷ്ടപ്പെട്ട് നടന്നു, വേദന അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിനെ പറ്റി അന്വേഷിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ അവർ ഒരു പുച്ഛിക്കുന്ന സമീപനമായിരുന്നു. പിന്നെ അവസാനം ജനശ്രദ്ധ വളരെയധികം ആയിക്കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് എന്തോ 2 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു. ആ 2 ലക്ഷം അവർ വേണ്ടെന്ന് പറഞ്ഞു. ഹർഷീന അവർ ആവശ്യപ്പെട്ട തുക വേണം. അതെ. അപ്പോൾ അങ്ങനെ ഹർഷീനയ്ക്ക് ആ തുക വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ കാര്യം അവസാനിച്ചത്. ഇതേപോലെ തന്നെ വേറൊരു സംഭവം കൂടി വളരെ ഷോക്കിംഗ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ICU ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ 2023 മാർച്ച് 18 നടന്ന സംഭവമാണ്. ഒരു പെൺകുട്ടി, അതെ, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അർദ്ധബോധാവസ്ഥയിൽ കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് പീഡനം. അത് അവിടെയുള്ള ജീവനക്കാരൻ തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ ജീവനക്കാരൻ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട്
ഈ സഹപ്രവർത്തകരൊക്കെ ഈ ജീവനക്കാരന് സപ്പോർട്ട് പറയാൻ തുടങ്ങി. പക്ഷേ അതിൽ ഒരു നേഴ്സിംഗ് ഓഫീസർ മാത്രം ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമീപനം സ്വീകരിച്ചു. പക്ഷേ മേലുദ്യോഗസ്ഥന്മാരോ സർക്കാരോ ആ നേഴ്സിംഗ് ഓഫീസറെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. അതെ, അവരെ പറ്റുന്ന രീതിയിൽ ആക്രമിച്ച് ഈ ആരോപണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് അവരെ ശ്രമിച്ചത്. അപ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് മിക്ക തൊഴിലാളികളും നിന്നു. സർക്കാരിൻ്റെ സമീപനം കോടതിയിൽ വരെ പോകേണ്ടി വന്നു. ആ ജോലി തിരിച്ചു കിട്ടാൻ പോലും അങ്ങനത്തെ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വേണം വിചാരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് മനുഷ്യജീവന് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടാ. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്നല്ല, ഇവിടെ നിരന്തരമായിട്ട് ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ മൂന്നാമത്തെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ഒന്ന് ഹർഷീനയുടേത്, മറ്റൊരു ICUവിൽ അർദ്ധബോധാവസ്ഥയിൽ കഴിയുന്ന ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. ഇപ്പോഴിതാ കൈക്ക് ശസ്ത്രക്രിയക്ക്, വിരലിന് ശസ്ത്രക്രിയക്ക് വന്നൊരു 4 വയസ്സുകാരിയുടെ നാവിലൊക്കെയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. അവിടെയുള്ള ഡോക്ടർമാരൊന്നും ഈ പഠിച്ചിട്ടൊന്നും അല്ലേ അവിടെ വന്ന് ഈ ഡോക്ടർ സേവനം ചെയ്യുന്നത്? ഡോക്ടർക്ക് ആസ് എ ഡോക്ടർ അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ ഒരു അസോസിയേറ്റ് പ്രൊഫസറാണ്. ഒരുപക്ഷെ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ചിലപ്പോൾ അദ്ദേഹം സമർത്ഥനായിരിക്കാം. പക്ഷേ ഇങ്ങനത്തെ ചില അബദ്ധങ്ങൾ പറ്റുന്നതിന് ഒരു ബിജോൺ ജോൺസൺ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ ശസ്ത്രക്രിയ ചെയ്തത്. അദ്ദേഹത്തിനാണ് ഇത് മാറിപ്പോയത്. അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേണ്ട ശിക്ഷ നൽകുമോ അതോ ഇത് ന്യായീകരിക്കാനായിട്ട് ന്യായീകരണ തൊഴിലാളികൾ അണിനിരത്തുമോ എന്നുള്ള കാര്യമാണ് ആലോചിക്കാനുള്ളത്. ഇപ്പോൾ ICUവിൻ്റെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ആണ് സംസാരം ഭരിക്കുന്നതെന്ന് കരുതാം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. ഇവിടെയുള്ള മുഴുവൻ യുവജന സംഘടനയും SFI, DYFI സകലും കയറിയും മെഡിക്കൽ കോളേജിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു. ഇവിടെ പോയി പ്രതിപക്ഷം മെഡിക്കൽ കോളേജിൽ ഗ്ലാസിൻ്റെ എന്തൊക്കെയുണ്ടോ അതൊക്കെ പൊട്ടി തകർന്നേനെ ഇപ്പോൾ. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം ഇപ്പോൾ BJPയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നും ശക്തമായ രീതിയിൽ ഇതിലൊരു പ്രതിഷേധം നടത്തുന്നില്ല എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അവർക്ക് മറ്റേ DYFIക്കാരൊക്കെ നടത്തുന്ന പോലെ പ്രതിഷേധിക്കാൻ അത്രയും ഉള്ള കപ്പാസിറ്റി ഏതായാലും പ്രതിപക്ഷത്തിനില്ല. അതാണ് സാഹചര്യം. അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്നത്. അപ്പോൾ ഏതായാലും ഈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ കാര്യം വളരെ ദയനീയമാണ്. ഇനിയും ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ. പക്ഷേ ഈ മെഡിക്കൽ കോളേജിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് വല്ലാത്തൊരു അല്ലേ, എല്ലാവർക്കും ഒരു ഭീതി ജനിപ്പിക്കുന്ന സംഭവങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മളിതിൽ എന്താണ് ഡോക്ടറെയൊക്കെ കുറ്റപ്പെടുത്തുമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് കൃത്യമായ രീതിയിലുള്ള വീഴ്ച ഇവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം ആരോഗ്യരംഗം വളരെ മികച്ചതാണ് കേരളത്തിൽ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു വിശ്വാസ്യത ഉറപ്പിക്കാനായിട്ട് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം സംഭവങ്ങൾ നടത്തുന്നത് മാത്രമല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുന്നില്ല. അതും ഒരു വലിയൊരു മെഡിക്കൽ കോളേജാണ്. അതെ, ഇവർ സാധാരണ സർക്കാരിൻ്റെ സമീപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭരണകാലത്ത് എന്തെങ്കിലും സംഭവം നടക്കുകയാണെങ്കിൽ അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, അത് കണ്ടില്ലെന്ന് നടിക്കുക, ഇതിനെതിരെ കംപ്ലൈൻ്റായിട്ട് വരുന്നവരെ അവരെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം. അതാണ് പലരും ഈ തെറ്റ് ആവർത്തിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞ 2-3 സംഭവങ്ങളുണ്ട്. ഒന്നിപ്പോൾ സംഭവിച്ച ഈ 4 വയസ്സുകാരി ഐഷയുടെ കേസ്, അതിനു മുമ്പ് ഹർഷീനയുടെ കേസ്, അതിനു മുമ്പ് ICUവിൽ നടത്തിയ പീഡനം. ഇതിലേതിലെങ്കിലും ഒരു കാര്യത്തിൽ കർശനമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആവർത്തിക്കില്ല. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. സർക്കാർ കൂടെ നിൽക്കും, തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ സർക്കാർ നിൽക്കും. പിന്നെ എന്ത് സംഭവിക്കാനാണ്? അപ്പോൾ അത് കൊണ്ട് വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള പ്രോത്സാഹനം ആണ് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നത്. എന്തായാലും അത് അങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ. അതെ, ജീവന് വില എന്തായാലും അത്യാവശ്യമാണ്. അത് മെഡിക്കൽ കോളേജുകൾ, പ്രത്യേകിച്ചും സർക്കാർ മെഡിക്കൽ കോളേജുകൾ നൽകണം. അതെ അതെ, എന്ത് വിശ്വസിച്ചാണ് ഇവിടെയൊക്കെ ജനങ്ങൾ പോവുക? എന്തായാലും അല്ല, എന്താണ് നമ്മുടെ മന്ത്രിമാരോ MLA-മാരോ ഒന്നും അവർക്കുള്ള രോഗങ്ങൾ വരുമ്പം ഇത്തരം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ചികിത്സിക്കുന്നില്ല. നമ്പർ 1 കേരളം വിട്ട് അമേരിക്കയിലേക്കാണ് പോക്ക്. അതിനെന്ത് ഫണ്ട് വന്നാലും കുത്തക അമേരിക്കയിൽ, ബൂർഷാ കുത്തക അമേരിക്കയിലേക്ക്. സ്വന്തം രോഗം വന്നു കഴിയുമ്പോൾ അമേരിക്ക ശത്രു രാജ്യം അല്ലാതെയാകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ മെഡിക്കൽ കോളേജിൽ പോണവൻ ഭാഗ്യം ഉണ്ടെങ്കിൽ തിരിച്ചു വരും. അതെ, എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. അതെ, എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.